ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഇസ് ഷിബിന നസറുദ്ദീൻ. ഇന്ന് May 21. അപ്പോൾ May 21 എല്ലാവർക്കും അറിയാമല്ലോ, കേരളത്തിലെ മലയാളികൾക്കൊക്കെ അറിയാവുന്ന ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആണെന്ന്. അപ്പോൾ ഇന്ന് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. എന്താണ്, ദൃശ്യം 3 ഇറങ്ങുവാണ്. സോ ഞങ്ങൾ രണ്ടുപേരും ഇന്ന് ദൃശ്യം 3 കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ബസ്സിലാണ് പോകുന്നത്. സോ നമ്മൾ എക്സൈറ്റഡ് ആണ്. ആൻഡ് നമ്മൾ ഓൺ ദ വേ ടു ബസ് സ്റ്റോപ്പാണ്. സോ ബാക്കി വിശേഷങ്ങൾ പുറകെ കാണാം. അപ്പോൾ നമ്മൾ ബസ്സിൽ കയറി നമ്മൾ തിയേറ്ററിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഗംഗ തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞു. നമ്മൾ ഗംഗ ആറ്റിങ്ങൽ ആ തിയേറ്ററിലാണ് വന്നത്. നമ്മൾ ഫസ്റ്റ് ഡേ തന്നെ ദൃശ്യം കാണാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല. സോ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഫസ്റ്റ് ഡേ തന്നെ കാണാൻ പറ്റിയത്. സോ ലെറ്റ്സ് സീ. സിനിമ കണ്ടിട്ട് റിവ്യൂ പറയാം. ഞങ്ങളവിടെ എത്തിയ സമയത്ത് മുന്നത്തെ ഷോ കഴിഞ്ഞ് ആളുകളൊക്കെ ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. ഉച്ച സമയമായതുകൊണ്ട് ഒരുപാട് ഫാമിലി ഓഡിയൻസ് ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഒരുപാട് ഫാമിലി ഓഡിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സീറ്റിൽ കയറി ഇരിപ്പായി. ഇപ്പം മണി 2:10 ആയി. 2:30 ഷോ. സോ നമ്മളിപ്പോൾ പരസ്യമൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുവാണ്. തിയേറ്ററിൽ സിനിമ കാണാൻ കയറി കഴിഞ്ഞാൽ പരസ്യം തൊട്ടേ കാണണം. പരസ്യം മുതലേ നിങ്ങൾക്ക് കണ്ടാൽ നമുക്കൊരു വൈബുള്ളൂ. സോ നേരത്തെ തന്നെ കയറി ഇരിക്കുവാണ്. 2 മണിക്ക് തന്നെ കയറി ഇരിക്കുവാണ്. അങ്ങനെ പരസ്യമൊക്കെ കണ്ടിരിക്കുകയാണ്. സിനിമ കാണാൻ പോകുമ്പോൾ പരസ്യം തൊട്ട് കണ്ടില്ലെങ്കിലേ ഒരു സുഖമില്ല. മോഹൻലാലിൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് കുറച്ച് തലമുറകളുടെ നായകൻ്റെ ജന്മദിനാശംസകൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് വീഡിയോസൊക്കെ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ദൃശ്യം 1-ൻ്റെയും 2-ൻ്റെയും കുറച്ച് ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു പോകുന്നുണ്ടായിരുന്നു. എനിക്കറിയില്ല എല്ലാ തിയേറ്ററിലും ഉണ്ടായിരുന്നോ അതോ ഇനി ഗംഗ തിയേറ്ററിൽ മാത്രം ഇങ്ങനെ വെച്ചതാണോ എന്നറിയില്ല. ഒരു എഡിറ്റഡ് വേർഷൻ പോലെ ഫസ്റ്റും സെക്കൻഡും കൂടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ കാണാൻ പോയി തിയേറ്ററിലും ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നോ എന്നുള്ളത്, ദൃശ്യം 1-ൻ്റെയും 2-ൻ്റെയും എഡിറ്റഡ് പോർഷൻസ് ഒക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ പറയണേ. എല്ലാവർക്കും എന്ന പോലെ എനിക്കും എൻ്റെ കുടുംബം വലുതാണ്. അത് തകരാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യും? അവിടെ എൻ്റെ മുന്നിൽ ശരികൾ മാത്രമേ ഉള്ളൂ. ഇവിടെയാണ് ജോർജ് കുട്ടി എന്ന 4ാം ക്ലാസ്സുകാരനെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തത്. ഞാനാണ് ആ പയ്യനെ കൊന്നത്. ആര് വിചാരിച്ചാലും നിങ്ങളെ രക്ഷിക്കാൻ പറ്റില്ല. ജോർജ് കുട്ടിയുടെ മൊഴിയിലെ അതേ കൺഫെഷൻ തന്നെയാണ് 6 മാസങ്ങൾക്ക് മുമ്പ് പബ്ലിഷ് ചെയ്ത ദൃശ്യം എന്ന ഈ നോവലിലൂടെ. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആസ് പെർ DNA റിപ്പോർട്ട് ഈ സ്കെലിറ്റൻ വരേണ്ടതല്ല. അങ്ങനെ ഞങ്ങൾ സിനിമ കണ്ട് ഇറങ്ങി. എന്തുവായിരുന്നു സിനിമ? നിൻ്റെ അഭിപ്രായം എന്താ? പറ. കൊള്ളാം, നല്ല സിനിമ. കൂടുതൽ പറഞ്ഞ് സ്പോയിലറായി പോകും. അതാ ഞങ്ങൾ കൂടുതൽ പറയുന്നില്ല, സ്പോയിലറായി പോവും. എല്ലാവരും പോയി തിയേറ്ററിൽ തന്നെ കണ്ടു നോക്കൂ. തിയേറ്റർ എക്സ്പീരിയൻസ് നല്ലതാണ്. സോ പോയി കണ്ടു നോക്കൂ. ജോർജ് കുട്ടി വീണ്ടും രക്ഷപ്പെട്ടോ ഇല്ലയോ, ജോർജ് കുട്ടി ക്ലാസിക് ക്രിമിനൽ ആണോ ഇല്ലയോ എന്നുള്ളത് പോയി കണ്ടു നോക്കി തീരുമാനിക്കൂ. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ബൈ.